നമസ്കാരം, ഹോല വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടൈറ്റിൽ പറയുന്ന പോലെ തന്നെ വിസ സമയത്തിന് വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ GS സമയത്തിന് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഇൻടേക്ക് നിങ്ങൾക്ക് മിസ്സാവുകയാണെങ്കിൽ എന്ത് ചെയ്യും? സിമ്പിളാണ്, ഡിഫർ ചെയ്യും. എന്താണ് ഡിഫർ? DEFER, ഡിഫർ. ഡിഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സാധനം നമുക്ക് പോസ്റ്റ്പോൺ ചെയ്ത് അടുത്ത ഇൻടേക്കിലേക്ക് എടുക്കുകയാണെങ്കിൽ അതിനെ ഡിഫർ ചെയ്ത ഓഫർ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ജൂലൈ ഇൻടേക്കിലേക്ക് തയ്യാറെടുത്ത ഒത്തിരി പേര് കാണും. GS സമയത്തിന് ക്ലിയർ ആയി കിട്ടാതെ വന്നവർ കാണാം. അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞ് വിസയ്ക്ക് COE വന്നതിന് ശേഷം വിസയ്ക്ക് ഫയൽ ചെയ്ത് വെച്ചു, എന്നിട്ടും സമയത്തിന് വിസ ഗ്രാൻഡ് വന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഫർ ചെയ്യാൻ പറ്റും. തൊട്ടടുത്ത ഇൻടേക്കിലേക്ക് പുതിയ ഓഫർ എടുത്ത് പുതിയ COE എടുത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതിനാണ് ഈ ഡിഫർ ചെയ്യുക എന്ന് പറയുന്നത്. ഡിഫർ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് പ്രധാനപ്പെട്ട ഒരു സംശയമാണ്, വിസ റിജക്ഷൻ വരുമോ? ഞാൻ ഡിഫർ ചെയ്തതുകൊണ്ട് വിസ റിജക്ഷൻ വരുമോ എന്നുള്ള കാര്യം. വിസ റിജക്ഷൻ ഒന്നും വരത്തില്ല. നിങ്ങളുടെ പുതിയ COE കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളുടെ വിസ ആപ്ലിക്കേഷനിൽ COE ഒന്ന് അറ്റാച്ച് ചെയ്താൽ മാത്രം മതിയാവും. വേറെ പേടിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യങ്ങളുമില്ല കേട്ടോ. ഡിഫർ ചെയ്യുമ്പോൾ വീണ്ടും GS ക്ലിയർ ചെയ്യേണ്ട വരുമോ എന്നുള്ള ചോദ്യം എല്ലാവരും ചോദിക്കുന്നുണ്ട്. വരില്ല, ഒരു 99% വരില്ല. എന്നാൽ ചില ലെവൽ 2 യൂണിവേഴ്സിറ്റീസ് ലൈക്ക് സ്വിൻബേൺ ആൻഡ് വൊലങ്ങോങ് യൂണിവേഴ്സിറ്റി വീണ്ടും GS ക്ലിയർ ചെയ്യണമെന്ന് ആവശ്യപ്പെടാറുണ്ട്. എല്ലാ കേസിലും ഇല്ല, ചില കേസുകളിൽ പറയാറുണ്ട്. പിന്നെ ചിലപ്പോൾ ഫീയിൽ ഒരു വേരിയേഷൻ വന്നേക്കാം. അതായത് നിങ്ങൾ ജൂലൈ ഇൻടേക്കിലേക്ക് തയ്യാറെടുത്തു, അടുത്ത ഫെബ്രുവരിയിലേക്കാണ് നിങ്ങളുടെ പുതിയ ഓഫർ എടുത്ത് നിങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു ഇൻടേക്ക് മാറുമ്പോൾ ചില കോഴ്സുകൾക്ക് ചില യൂണിവേഴ്സിറ്റിയിൽ ഫീയിൽ വേരിയേഷൻ വരാറുണ്ട്. അത് $100 മുതൽ $1000 വരെ വേരിയേഷൻ വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഫീ പേയ്മെൻറ്റ് കഴിഞ്ഞവരാണെങ്കിൽ ആ വേരിയേഷൻ ഫീ കൂടി അടയ്ക്കേണ്ട വന്നേക്കാം. ഇനി നമ്മൾ ഡിഫർ ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും വിസ ഫീസ് അടയ്ക്കേണ്ടി വരുമോ? അതൊരു സംശയം ഉണ്ടാവാറുണ്ട്. വിസ ഫീസ് അടയ്ക്കേണ്ടി വരത്തില്ല. നിങ്ങൾ സെയിം യൂണിവേഴ്സിറ്റി തന്നെയാണ് നെക്സ്റ്റ് ഇൻടേക്കിലും പ്രൊസീഡ് ചെയ്യുന്നതുള്ളെങ്കിൽ നിങ്ങൾക്ക് വിസ ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അതേസമയം നിങ്ങൾ യൂണിവേഴ്സിറ്റി ചേഞ്ച് ചെയ്യുവാന്ന് വെച്ചു, അതായത് ഇപ്പം യൂണിവേഴ്സിറ്റി ഓഫ് വൊലങ്ങോങ്ങിലേക്കാണ് നിങ്ങൾ വിസയ്ക്ക് ലോഡ് ചെയ്തിരിക്കുന്നത്, അത് ഡിഫറായപ്പോൾ നിങ്ങൾക്ക് ആ യൂണിവേഴ്സിറ്റിയായിട്ട് പ്രൊസീഡ് ചെയ്യാൻ താല്പര്യമില്ല, നിങ്ങൾ വേറൊരു യൂണിവേഴ്സിറ്റി നോക്കി, അങ്ങനെ വരുന്ന കേസിൽ മാത്രമാണ് നിങ്ങൾ പുതിയൊരു വിസ ആപ്ലിക്കേഷൻ, പുതിയൊരു വിസ ഫീസൊക്കെ നമ്മൾ അടച്ചതിന് ശേഷം ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ ഷോർട്ട് വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഡിഫർമെൻറ്റിനെ പറ്റിയും ഒരു ഇൻടേക്ക് മിസ്സായാൽ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിച്ച് ഒത്തിരി പേര് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതുകൊണ്ടാണ്. എൻ്റെ ഒരു ആവശ്യമില്ല, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നം വരാൻ പോകുന്നില്ല. അപ്പോൾ ധൈര്യമായിട്ടിരിക്കുക, നമുക്ക് അടുത്ത ഇൻടേക്കിൻ്റെ ഓഫർ എടുക്കാം, അതിൻ്റെ ബാക്കി പ്രൊസീഡിങ്സിലേക്ക് പോകാം. അപ്പോൾ ആരും ടെൻഷനൊന്നും അടിക്കേണ്ട. ഈ ഷോർട്ട് വീഡിയോ ചെറിയൊരു ഗുഡ് ന്യൂസ് കൂടി ഉണ്ട്. നമ്മൾ നേരത്തെ വീഡിയോയിലെല്ലാം പറയുന്നുണ്ടായിരുന്നു ക്യാപ്പിംഗ് വരാൻ പോകുന്ന ഇന്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ. അപ്പോൾ അത് അവർ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ഉണ്ടാവത്തില്ലെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം കുറച്ചധികം അബദ്ധങ്ങൾ ഇവർ കാണിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ അതിനെ മിനിസ്റ്ററിനെ മാറ്റുകയും ആ സ്റ്റെപ്സ് പിൻവലിക്കുകയും ചെയ്യുകയാണെന്നാണ് നമ്മൾ അറിയുന്നത്. അങ്ങനെ അതിൻ്റെ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ക്യാപ്പിംഗ് എടുത്ത് മാറ്റാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ ക്യാപ്പിംഗ് വരുന്നില്ല എങ്കിൽ നമുക്ക് ഇത്ര ഒന്നും ടെൻഷൻ അടിക്കേണ്ട, GS ക്ലിയർ ചെയ്യുന്നത് കുറച്ചുകൂടെ ഫ്ലെക്സിബിളായിട്ട് തന്നെ നടക്കും എന്നാണ് നമ്മുടെ ശുഭാപ്തി വിശ്വാസം. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. അപ്പോൾ ഓണക്കാലമാണ്, എല്ലാവരും ഓണത്തിൻ്റെ സെലിബ്രേഷനിലേക്കൊക്കെ പോവുകയാണ്. എനിക്കറിയാം നാട്ടിൽ ഒരുപാട് പ്രകൃതി ദുരന്തങ്ങളും വയനാട്ടിലെ ഇൻസിഡൻസിലും ഒക്കെ എല്ലാവരും വിഷമിച്ചൊക്കെ ഇരിക്കുകയാണ്. പക്ഷേ നമ്മളെ കൊണ്ടാവുന്ന പോലെ സപ്പോർട്ട് നമ്മൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ചെയ്യുന്നുണ്ട്. ഇവിടെ സിഡ്നിയിലെ മലയാളികളും ഒരുപാട് കോൺട്രിബ്യൂഷൻ നമ്മുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. വയനാടിന് വേണ്ടി ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ ഒത്തിരി ആക്ടിവിറ്റീസ് ഇവിടെ നടക്കുന്നു. അപ്പോൾ അങ്ങനെ യൂത്തിൻ്റെ ഒരു ഓണം ഇവിടെ നടക്കുന്നു. ആർപ്പോ ഇറോ ഫെസ്റ്റിവൽ സെപ്റ്റംബർ 8 സിഡ്നിയിലെ എല്ലാ യൂത്തിന് വേണ്ടി തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസും ഇവിടുത്തെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള സിറ്റിസൻസും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു അടിപൊളി ഇവൻ്റാണ്. 1000ഓളം പേരുണ്ട്. നമ്മൾ ഹോല വേൾഡ് ഒരു മെയിൻ സ്പോൺസറാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഡിസ്കൗണ്ടഡ് റേറ്റിൽ ടിക്കറ്റ്സും അവൈലബിൾ ആണ്. $50 ആണ് ഈ ടിക്കറ്റിൻ്റെ എൻട്രി ഫീ. പക്ഷേ നമ്മുടെ സ്റ്റുഡൻസിന് 10 to 50% ഓഫ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഹോല വേൾഡിനെ കോൺടാക്ട് ചെയ്യുന്നവർക്ക് ഡിസ്കൗണ്ടഡ് റേറ്റിൽ ആർപ്പോ ഇറോ ഇവൻറ്റ് ടിക്കറ്റ്സും ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ കാൻബറ, വൊലങ്ങോങ്, ന്യൂകാസിൽ, വെസ്റ്റേൺ സിഡ്നി, മക്വറി, UTS, UNSW, USID, വാഗയിലെ CSU ക്യാമ്പസ്, ഇവിടുത്തെ എല്ലാം കുട്ടികൾ വരുന്നുണ്ട്. അപ്പോൾ 9ഓളം യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ വരുന്നുണ്ട്. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മീറ്റ് ചെയ്യാനും ഓണം അറ്റയറിൽ വരാൻ മാത്രം ശ്രമിക്കുക. അപ്പം ഇതിന് ടിക്കറ്റ്സിന് ആവശ്യമുള്ളവർ ആർപ്പോ ഇറോ ഫെസ്റ്റിവൽ, അതിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജുണ്ട്. അവിടെ തന്നെ ബയോയിൽ ഇവൻറ്റിക്കിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി ടിക്കറ്റ്സ് ബുക്ക് ചെയ്യുക. പ്രൊമോ കോഡിനായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ you will get up to 50% off. Thank you and stay tuned to our channel. This is Jeswaranjis signing out from Hola World YouTube channel.